അപകടകരമായിട്ടുള്ള ഒരാശയമുള്ള UDF-നെ കേരളത്തിൽ അധികാരത്തിലേറ്റണോ? വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി വൻകിട വികസനങ്ങളടക്കം നടത്തുന്ന ഇടതുപക്ഷത്തെ അധികാരത്തിലേറ്റണോ? ഞാൻ കൂടുതൽ പറയുന്നില്ല. എറണാകുളംകാർക്ക് മിനിഞ്ഞാന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്ന് ആരോഗ്യ മേഖലയിൽ വലിയൊരു സ്ഥാപനം തുറന്നു തന്നല്ലോ. കൊച്ചിൻ ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. മലബാറിൽ മലബാർ ക്യാൻസർ സെന്റർ ഉണ്ട്. തെക്ക് ഭാഗത്ത് തിരുവനന്തപുരത്ത് RCC ഉണ്ട്. എന്നാൽ ഇവിടെ പാവപ്പെട്ടവർക്ക് ക്യാൻസർ ചികിത്സക്ക് അത്തരമൊരു സ്ഥാപനമില്ല. മധ്യ കേരളത്തിൽ 300 കോടിയിലേറെ രൂപ വകയിരുത്തിക്കൊണ്ട് കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ തുറന്നാൽ നമ്മുടെ ഈ മേഖലയിലുള്ള എല്ലാവർക്കും ആശ്വാസമല്ലേ? എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ, മറ്റേ ലക്ഷദ്വീപിൽ നിന്നടക്കം ആളുകൾ ചികിത്സക്ക് വരുന്നത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലാണ്. കഴിഞ്ഞ തവണ ഞാൻ മന്ത്രിയായിരിക്കുമ്പോഴാണ് കിഫ്ബിയിൽ നിന്ന് 100 കോടി രൂപ പാസാക്കി മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് അതിന്റെ കെട്ടിടം ഉണ്ടാക്കി ആ പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തപ്പോഴാണ് അവിടെ ഹൃദയ ശസ്ത്രക്രിയ അടക്കം നടത്താൻ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞത്. എന്തൊരു വലിയ മാറ്റമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ചെല്ലാം വളരെ ദീർഘമായിട്ട് പറയുന്നില്ല. ഒരു കാര്യം ചിന്തിക്കുക, ഈ മിഷനുകളും ഈ ജനകീയ പ്രവർത്തനങ്ങളും തുടരണമെങ്കിൽ LDF അധികാരത്തിൽ ഉണ്ടാകണം.